ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ ഉണക്ക നെത്തലി കുറേ ദിവസം കേടുകൂടാതെ എങ്ങനെയാണ് വറുത്ത് സൂക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ കുരുമുളകും കുറച്ച് നാരങ്ങാനീരും ഒക്കെ ചേർക്കുന്നുണ്ട്. 150 ഗ്രാം ഉണക്ക നെത്തോലി എടുത്തിട്ടുള്ളത്. ഫ്രഷായിട്ടുള്ള നെത്തോലിയാണ് ഇത്. പഴയതാണെങ്കിൽ പൊടിഞ്ഞിരിക്കും. ഇനി നമുക്ക് 4-5 പ്രാവശ്യം ഒന്ന് ഒലച്ച് കഴുകിയെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒലച്ചൊലച്ച് കഴുകുന്നത്. മണ്ണുണ്ടെങ്കിൽ അടിയിൽ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇതിൽ മണ്ണൊന്നും കാണാനില്ല. വലിയ നെത്തോലിയുടെ തല കളയും. ചെറിയ നെത്തോലിയാകുമ്പോൾ മൊത്തത്തിലിട്ടാണ് വറക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതിനേക്കാളും മുളക് ഉണ്ടെങ്കിൽ അപ്പോഴപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് കൂടുതൽ പൊടിക്കുന്നുണ്ട്, ആവശ്യത്തിന് എടുക്കാം. നല്ല എരിവുള്ള മുളകാണ്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി, വലിയൊരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുണ്ട്. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി നോക്കിയിട്ട് ഉപ്പ് എരിവൊക്കെ പാകത്തിനാണോ നോക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. 1 ടീസ്പൂൺ ഉപ്പുപൊടി. കൂടുതൽ കളർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർക്കാം. മീൻ പൊടിഞ്ഞു പോകാത്ത മാതിരി പതുക്കെ വേണം പുരട്ടി വെക്കേണ്ടത്. അതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ടാണ് വറക്കുന്നത്. അതുപോലെ വെളിച്ചെണ്ണ വറക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. ഒഴിച്ച വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ പതുക്കെ ഇളക്കാവുള്ള, പൊടിയാത്തതുപോലെ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ലോ ഫ്ലെയിമിലേ വയ്ക്കാവൂ. വീണ്ടും ഇളക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നടുഭാഗം ഒതുക്കിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. ഇതുപോലെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമേ നമ്മൾ സൈഡിലുള്ള മീൻ നീക്കിയിടാവേ. ഇപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം 2 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കും. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും. ഒരുപാടങ്ങ് ഇളക്കണ്ട. അങ്ങനെ കുറേശ്ശെയായിട്ടാണ് മുരിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. ഇനി ഇത് വെളിച്ചെണ്ണ ഒഴിക്കത്തില്ല. 2-3 മിനിറ്റ് ഇടവിട്ട് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് മുരിച്ചെടുക്കും. ഇപ്പോൾ ഇളക്കുമ്പോൾ അറിയാൻ കണ്ട വെളിച്ചെണ്ണയൊന്നും അധികം ഇല്ല. ഈ പാകത്തിന് വേണം മുരിച്ചെടുക്കേണ്ടത്. ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയും വേണം. നല്ല ചൂടുള്ളത് കൊണ്ട് ഇതുപോലെ മുരിച്ചെടുത്താൽ മാത്രമേ കുറേ നാൾ ഇരിക്കത്തുള്ളൂ. നല്ല എരിവുണ്ട് കുരുമുളകിൻ്റെ. എനിക്ക് ഇവിടെ എരിവ് കുറവായതുകൊണ്ടായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത്. നാരങ്ങാനീരിൻ്റെ ചെറിയൊരു പുളിപ്പും നല്ല ടേസ്റ്റാണ്. വെറുതെ നമുക്കിത് മിച്ചർ കഴിക്കുന്ന പോലെ കഴിക്കാൻ തോന്നും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതുപോലെ വറുത്ത ശേഷം വെള്ളമയം ഒന്നുമില്ലാത്ത ഉണങ്ങിയ ബോട്ടിലിട്ട് വയ്ക്കാം. നമുക്ക് ആവശ്യമനുസരിച്ച് ചെറിയൊരു ബോട്ടിൽ കുറച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യും. എപ്പോഴും തുറക്കുകയും വേണ്ട. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പച്ചമീൻ കിട്ടാത്ത സമയത്ത് ഉപയോഗിക്കാം. അതുപോലെ ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് കൊടുത്തു വിടാം. ജോലിക്ക് പോകുന്നവർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു കൂട്ടാനില്ലാത്തപ്പോൾ ഇതെടുക്കാം. ഇത് കണ്ടാൽ ഡീപ് ഫ്രൈ ചെയ്താന്നേ തോന്നത്തുള്ളൂ. കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയണം. താങ്ക്